ഞാൻ പലപ്പോഴും ചിന്തിച്ച് നോക്കിയൊരു കാര്യമാണ്. ഇപ്പോൾ ഒരാൾ പറയുകയാണ്, ഇപ്പോൾ ഞാൻ ഒരു യുക്തിവാദി ആയതിനു ശേഷമാണ് മദ്യം ഉപേക്ഷിച്ചത് എന്ന് പറയുന്ന ഒരാളെ ഞാൻ ഇതുവരെ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല. അതേസമയത്ത് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് ഞാൻ മദ്യം ഉപേക്ഷിച്ചത് എന്ന് പറഞ്ഞ ആയിരക്കണക്കിന് ആളുകളെ അങ്ങനെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ യുക്തിവാദി ആയതിനു ശേഷമാണ് ഞാൻ വ്യഭിചാരം നിർത്തിയത് എന്ന് പറയുന്ന ഒരാളെയും കാണാൻ. അതേസമയത്ത് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് ലോകപ്രശസ്തർ വരെ ഉണ്ട് മാറിയെന്ന് പറയുന്നത്. ഇപ്പോൾ യുക്തിവാദി ആയതിനു ശേഷമാണ് ഞാൻ ചൂതാട്ടം നിർത്തിയത്, അങ്ങനെ ഒരു സംഭവം ഇല്ല. അതേസമയത്ത് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് എത്രയോ ആളുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മനുഷ്യൻ പൊതുവിൽ തിന്മയായി കാണുന്ന എല്ലാം ഇസ്ലാം സ്വീകരിക്കുന്നതോട് കൂടി എന്ത് ചെയ്യും, അവനത് സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് മാറി നിൽക്കും, നന്മയുടെ ഒരു വഴിയിലേക്ക്. അങ്ങനെ ഉണ്ടല്ലോ. എന്നാൽ ഒരു യുക്തിവാദി ആയതിൻ്റെ പേരിൽ അങ്ങനെ നന്നാവുക എന്ന് പറയുന്ന അങ്ങനെ ഒരു സംഭവ യഥാർത്ഥത്തിൽ എന്തില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ ഈ അർത്ഥത്തിൽ എല്ലാ തലങ്ങളിലും മനുഷ്യ ജീവിതത്തിൽ നന്മ തിന്മ ഇത് വളരെ കൃത്യമായി പറഞ്ഞു തരുന്നു. ഇതല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ആശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. ഇത് യുക്തിവാദത്തിന് മാത്രം വിഷയമല്ല, വേറെ ഏത് ഇതിനെ ചേർത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാലും മനുഷ്യനെ ഈ തിന്മയിലേക്ക് നയിക്കുന്നതിൽ നിന്ന് തടയുന്ന പ്രകൃത മറ്റു ദർശനങ്ങൾക്ക് അർത്ഥത്തിലുണ്ടോ എന്ന് പരിശോധിച്ചാൽ എൻ്റെ ഒരു അറിവിലില്ല ഇത്ര കൃത്യമായിട്ട് എല്ലാ കാര്യത്തിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനതിൻ്റെ പ്രസക്തി ഉണ്ട്.